2014 ഫീനിക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആലുവ കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്തപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ ഉള്ള പാവപ്പെട്ട ജനങ്ങളെ സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ്. അത് ഏകദേശം ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഏകദേശം ഞങ്ങൾ നേടിയിരിക്കുകയാണ്. വളരെയധികം നല്ല കാര്യങ്ങൾ ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ മറ്റു പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയും പാവപ്പെട്ട ആളുകളെ നമ്മൾ വീട് വയ്ക്കാൻ സഹായിക്കുകയും വീട് റിനോവേഷൻ നടത്താൻ സഹായിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഞങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇനിയും ഞങ്ങൾക്ക് വളരെയധികം മുന്നോട്ട് പോകാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു തുടർ വിദ്യാഭ്യാസ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും നേടുവാൻ കഴിയുള്ളൂ എന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഡോക്ടർ BR അംബേദ്കർ പറയുന്ന പോലെ തന്നെ പഠിക്കുക എന്നുള്ള ആ ഒരു മെസ്സേജ് തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ അവരുടെ വീടുകളിൽ പോയി കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ അവർക്കിവിടെ വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. മോട്ടിവേഷൻ ക്ലാസ്സസ് ആയിട്ടും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സസ് ആയിട്ടും അങ്ങനെ വിവിധ വിദ്യാഭ്യാസ മേഖലകളിലെ വിവിധ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. ധാരാളം കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മാസവും ഒരു ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം ഞങ്ങൾ ഇതിനു വേണ്ടി കണ്ടെത്തുകയാണ്. ഇപ്പം ഞങ്ങൾ നടത്തുന്നത് ഡോക്ടർ ബാബുക്കുട്ടി മെമ്മോറിയൽ തുടർ വിദ്യാഭ്യാസ സെമിനാർ എന്ന പ്രോഗ്രാമാണ്. ഈ ഡോക്ടർ ബാബുക്കുട്ടി ഞങ്ങളോടൊപ്പം ഈ ട്രസ്റ്റ് തുടങ്ങുവാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുകയും കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ച് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സെമിനാർ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം നീണ്ടുനിന്ന 1-ാം വർഷ ക്ലാസ്സുകൾ 12 ക്ലാസ്സുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2024 മാർച്ചിൽ വീണ്ടും ഞങ്ങൾ 2ാം ഘട്ട ക്ലാസ്സുകൾ തുടങ്ങി. അതിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിവിധ അധ്യാപകരാണ്. അപ്പോൾ ആ 2ാം ഘട്ട പരിപാടി ഈ വരുന്ന ഏപ്രിൽ മാസത്തോടുകൂടി ക്ലാസ്സുകൾ തീരും. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞങ്ങളിതിൻ്റെ 3ാം ഘട്ടവും നടത്തും എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. സാമ്പത്തികമായിട്ടുണ്ടെങ്കിലും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ ആളുകളെയും ഞങ്ങൾ ഈ തരുണത്തിൽ സ്മരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.